ഏകദേശം രാവിലെ 6:30 സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ കുളപ്പുറത്താണ് ഇട്ടുള്ളത്. എന്താണ് രാവിലെ തന്നെ കുളപ്പുറത്ത് പോയി നിൽക്കുന്നതെന്നല്ലേ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള കസിൻസും അതുപോലെ തന്നെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെയാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കുളപ്പുറത്ത് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിനകത്ത് ഓൾറെഡി ഉമ്മാൻ്റെ വീട്ടിലുള്ള എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പിന്നെ 1-2 കസിൻസ് കൂടെ ഇതിനകത്ത് കയറാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ ബിൽഡിങ്ങുകളും നഗരവും ഒക്കെ താണ്ടി പച്ചപ്പും ഹരിതാപവും ഒക്കെയുള്ള പ്രദേശത്തൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാലറിയാം നമ്മുടെ ബസ്സിനകത്ത് നമ്മുടെ കസിൻസൊക്കെ പാട്ടൊക്കെ പാടി ട്രിപ്പ് കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ നമ്മളിവിടെ തുഷാരഗിരി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് തുഷാരഗിരി ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിനകത്ത് എൻട്രൻസ് ഫീ വരുന്നത് മുതിർന്നവർക്ക് 40 രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് 20 രൂപ എന്ന നിരക്കിലാണ് കേട്ടോ. എടുക്കാൻ കഴിയോ? അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് കയറുന്ന വിഷ്വൽസൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും വളരെയധികം പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ തുഷാരഗിരി. വെറുതെ അല്ല നമ്മളെ കൊച്ചു കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതല്ലേ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു പ്ലേസ് ഒത്തിരി ഇഷ്ടമാവും. കാരണം നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ് കൂടിയാണ്. വിസിറ്റേഴ്സിന്റെ സൗണ്ട് ഒഴികെ ബാക്കിയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപവും അതുപോലെ തന്നെ വെള്ളം, അതുപോലെ വെള്ളത്തിന്റെ സൗണ്ട് എല്ലാം കൂടെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനസ്സുഖം. ഈ ഒരു വിഷ്വൽസ് ഒക്കെ ക്യാമറയിൽ പകർത്തിയിട്ട് വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല, പക്ഷെ നേരിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഈ ഒരു വേനൽ സമയത്തും ഇതുപോലെ ഇത്രയും ഭംഗിയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലാവുമ്പോൾ എന്ത് ഭംഗി ഉണ്ടാവൂലേ ഇത് കാണാൻ വേണ്ടി. പിന്നെ കുട്ടികളെ കാര്യം പറയണ്ട, അവർ ജസ്റ്റ് ഇതാ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ആവേശം മൂത്ത് അവർ പിന്നെ വെള്ളത്തിൽ കിടന്ന് ആർമാദിക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു വെള്ളത്തിൽ നിന്ന് കരക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ കുട്ടികളെ വെള്ളത്തിൽ കളിക്കുന്ന ടൈംസായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അതാ ഇക്കാക്കാരൊക്കെ വെള്ളത്തിൽ കളിക്കുന്ന കണ്ടിട്ട് മാസിക്കുട്ടനും വെള്ളത്തിൽ ഇറങ്ങാനുള്ള ത്വര കൂടിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ വെള്ളത്തിൽ കാല് ഡിപ്പ് ചെയ്തു, പിന്നെ അവസാനം ഡ്രസ്സ് ഊരി വെള്ളത്തിൽ ഇരുത്തേണ്ട ഗതിയായി. അപ്പോൾ അതാ കുട്ടികളെ ഡ്രസ്സില്ലാതെയും ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായതുകൊണ്ട് തന്നെ ഞാനിതിനകത്ത് കൂടുതലായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. കുട്ടികൾ വെള്ളത്തിലിറങ്ങിയതിൽ പിന്നെ അവരിങ്ങോട്ട് എന്താ പറയുക തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ആർമാദിക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ കസിൻ സിസ്റ്റേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കാന്നല്ലാതെ ഞങ്ങളെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് മുതൽ പോരുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഫോട്ടോസൊക്കെ തന്നെയായിരുന്നു മെയിൻ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് മെമ്മറബിളായിട്ട് ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തു.
അങ്ങനെ ഒരുവിധം കുട്ടികളൊക്കെ അവിടുന്ന് കരക്ക് കയറ്റി ഡ്രസ്സ് ഇടിപ്പിച്ച് ഇതാ ഞങ്ങൾ ഇവിടുന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു കുഞ്ഞു ബോർഡ് കാണാം. മഞ്ഞും വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, പുഴുവും വേണം, ഞാനും പാരിന് എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയും അതിന്റെ തൊട്ട് താഴെ താന്നി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ താന്നി മുത്തശ്ശി എന്ന് പറയുന്ന മരം. ഈ ഒരു മരത്തിന് ഏകദേശം 130ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തുഷാരഗിരിയിലെ ആദ്യത്തെ വാട്ടർഫോൾസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തുഷാരഗിരിയിൽ വരുമ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു മരം വിസിറ്റ് ചെയ്യാണ്ട് പോവരുത് കേട്ടോ. നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. എന്താ പറയുക, ഒരു അത്ഭുത മരം എന്നൊക്കെ പറയാം. ഇത് കണ്ടാൽ നമുക്ക് ഇതിനകം പൊള്ളയാണെന്ന് തോന്നുമോ എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് ഈ ഒരു മരത്തിനകത്ത് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിൽ വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. മരത്തിലൂടെ നോക്കിയാൽ ആകാശം ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ശരിക്കും എന്താ പറയുക, ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മരത്തിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുക. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു മരം ഞാൻ കാണുന്നത്. ഇതിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. നമുക്ക് ഏകദേശം ഒരു 3 പേർക്ക് ഇതിനകത്ത് ശരിക്കും നിൽക്കാനായിട്ട് പറ്റും. അത്രയും വണ്ണമുണ്ട് നമ്മുടെ ഈ ഒരു മരത്തിന് കേട്ടോ. എനിവേ, ഈ ഒരു മരത്തിൻ്റെ എൻഡാണ് കേട്ടോ ഈ ഹോളിലൂടെ കാണുന്നത്. ആകാശം വരെ നമുക്ക് ഇതിനകത്തൂടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുഷാരഗിരി വരുമ്പോൾ ഈ ഒരു മരത്തിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ ചെറുതായിട്ട് വാട്ടർഫോൾസ് പോലെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. തുഷാരഗിരിയിൽ നിന്ന് മുത്തശ്ശി മരത്തിൻ്റെ കാഴ്ചകളും കണ്ടു ഞങ്ങൾ തിരിച്ചു പോവാണ്. മുകളിലുള്ള 2 വാട്ടർഫോൾസ് ഉണ്ട്. മൈവിൽ വാട്ടർഫോളോ അങ്ങനത്തെ 2 വാട്ടർഫോളും കൂടെ ഉണ്ട്. അവിടെ ഒന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ മുകളിലേക്ക് കയറണേലൊക്കെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ പ്രായമായവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഹെൽത്തും ഒക്കെ നോക്കണമല്ലോ നമ്മൾ. സോ ഇത്രയും കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് കരിയാത്തും പാറയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. തുഷാരഗിരിയിൽ നിന്ന് 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇതാ ഞങ്ങളിവിടെ കരിയാത്തും പാറയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഉച്ചക്കിലെ ലഞ്ച് ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കരിയാത്തും പാറയിൽ ഇരുന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കുള്ള ലഞ്ച് ഞങ്ങൾ പോന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:54, 55 ഏകദേശം 3 മണിയോട് അടുത്തിട്ടുണ്ടാകും. വിശപ്പിൻ്റെ വിളി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും കൊണ്ട് പോകുന്നവർ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസും നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവരെ കൂടെ ഞങ്ങളും അങ്ങനെ പോകുന്നുണ്ട്. അവരിതാ ചെമ്പും പിടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവരെ വേക്കിൽ അങ്ങോട്ട് പോകും. അവർ ചെമ്പ് പിടിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും. എന്തായാലും ഇതാ ഞങ്ങൾ ലാസ്റ്റ് ഒരു പ്ലേസ് കണ്ടുപിടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ചോറിന് കരിയൊക്കെ തീർക്കണേ. ഇനി ആർക്കും വെള്ളം, ഇനി ചോറൊന്നുമില്ല, വെള്ളം എല്ലാം കുടിച്ചാൽ. അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. വിശന്നിട്ടാണോ എന്തോന്നറിയില്ല, ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശക്കുമ്പോൾ കഴിക്കുന്ന ഫുഡിന് അല്പം ടേസ്റ്റ് കൂടുതലായിരിക്കുമെന്ന് പണ്ടെങ്ങാനോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് 100% ശരി തന്നെയാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി ജലാശയത്തിന്റെ ഭാഗമായ അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഒരു കരിയാത്തുംപാറ. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് മലകളും അതുപോലെ തന്നെ പുൽമേടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ മലനിരകളുടെയും പുൽമേടുകളുടെയും മനോഹാരിത കാരണം കരിയാത്തുംപാറയെ മലബാറിന്റെ തേക്കടി അല്ലെങ്കിൽ മലബാറിന്റെ ഊട്ടി എന്നെല്ലാം വിളിക്കാറുണ്ടത്രേ. കോഴിക്കോട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കക്കയത്തിന് അടുത്താണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് ഈ ഒരു കരിയാത്തുംപാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഫോണിലെ ചാർജ് ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫോണിൽ ബാക്കി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മിങ്സും കാത്തിരുന്ന് കാണാം. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. സെക്കൻഡ് പാർട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വരുന്നേക്കാ